ഈ ഷോ അവസാനിക്കാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് അനുമോൾക്ക് വോട്ട് കൂടാനിടയാക്കിയിട്ടുള്ള ഒരു സംഭവം, എന്നാൽ അത് പൂർണ്ണമായിട്ടും ലൈവിലും കാണിച്ചിട്ടില്ല, എപ്പിസോഡിലാണെങ്കിൽ കാണിച്ചിട്ടുമില്ല. ഈ പ്രവൃത്തി ചെയ്ത ആൾ ആരാണെന്നുള്ളത് ഇനിയും ബിഗ് ബോസ് പുറത്തു വിട്ടിട്ടുമില്ല. ആളെ പൊക്കിയിട്ടുണ്ട് ബിഗ് ബോസ്, പക്ഷെ പേര് പുറത്തു വിട്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുമൂലം അനുമോളുടെ വോട്ടിങ്ങിൽ ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടുണ്ട്. ഈ സംഭവം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. റീ എൻട്രികൾ വന്നു, തിരിച്ചു പോകേണ്ട സമയമായി. അവരവരുടെ ബോക്സ് എല്ലാം പാക്ക് ചെയ്തു. അതിനുശേഷം മെയിൻ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഉടനെ വിത്തിൻ സെക്കൻഡ്സ് തിരിച്ചു വരുന്ന അനുമോൾ മനസ്സിലാക്കി അനുമോളുടെ ആ ഡോൾ ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അനുമോളോട് പകയുള്ള ആരെങ്കിലും ആയിരിക്കും അത് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും കൈയും വീശിയാണ് പുറത്തേക്ക് പോയിരുന്നത്. ഇവരാരുടെയും കയ്യിൽ അനുമോളുടെ ഡോളായിട്ടുള്ള പ്ലാച്ചി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ ബാഗേജുകളെല്ലാം പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിൽ വെച്ച് സ്റ്റോർ റൂം ഓൾറെഡി ലോക്കായി കഴിഞ്ഞു. അനുമോൾ ഈ വിവരം ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നു. ആദ്യം ആരെ സംശയിച്ചില്ല, അവിടെ എവിടെയെങ്കിലും മിസ്സായതായിരിക്കും എന്നാണ് വിചാരിച്ചത്. അവിടെ മുഴുവൻ തെരഞ്ഞു. ഷാനവാസ് ഒരു കാര്യം പറഞ്ഞു, ആദ്യം തന്നെ നീ പോയിട്ട് ബിഗ് ബോസിലെ ക്യാമറ നോക്കി കംപ്ലൈൻറ്റ് റേസ് ചെയ്യാൻ പറഞ്ഞു. അനുമോൾ അത് ചെയ്തു. എല്ലാവരോടും തിരക്കി, ആർക്കും അറിയില്ല, എന്നാൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇവർ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ അനുമോളുടെ ബെഡിലുണ്ടായിരുന്നത്. അവിടെ കുറേ പേര് കൂടി നിന്ന് ബോക്സുകൾ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അനുമോൾ ഉറക്കം കിട്ടാതെ അവിടെ മുഴുവൻ തപ്പി നടക്കുകയാണ്. പല പല ഭരണികളും പല ഐറ്റംസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഡോക്ടർ ബിന്നി ഒരു തവണ പാല് പാക്കറ്റുകളെല്ലാം ഇതേപോലെ ഒരു ഭരണിയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കുന്നതൊക്കെ. അതൊക്കെ ഈ വീട് പൊളിച്ചു കഴിയുമ്പോഴും ഉണ്ടാകും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കാണ് ഡോക്ടർ ബിന്നി ഔട്ടാവുന്നത്. അതുപോലെ പല ആളുകളും അവിടെ പല സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ, പല പല സ്ഥലങ്ങളിൽ. അപ്പോൾ അനുമോൾ അവിടെയൊക്കെ ചെന്ന് നോക്കുന്നുണ്ട്, പല പല സ്ഥലങ്ങളും തപ്പി നോക്കുന്നുണ്ട്. പക്ഷേ ഈ പ്ലാച്ചിയെ മാത്രം കിട്ടുന്നില്ല, ഈ ഡോള് കിട്ടുന്നില്ല. മണിക്കൂറുകൾ കടന്നുപോയി, എല്ലാവരും ഉറക്കത്തിലായി. അപ്പോഴും അനുമോൾ ഇങ്ങനെ ഡോള് തപ്പിക്കൊണ്ടേയിരുന്നു. ബിഗ് ബോസ് അനുമോളുടെ കംപ്ലൈൻറ്റ് സീരിയസ് ആയിട്ട് എടുത്തു. അവിടെ ഇവർ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ അനൗൺസ് ചെയ്തു. ഇവരുടെ ബാഗേജുകളെല്ലാം സ്ക്രീൻ ചെയ്തു. പ്ലാച്ചിയെ കിട്ടി. അത് ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോർ റൂമിൽ ഒരു ബെൽ മുഴങ്ങി. ബിഗ് ബോസ് സ്റ്റോർ റൂം വഴി ഈ ഡോളിനെ തിരിച്ച് അനുമോൾക്ക് കൊടുത്തയച്ചു. അനുമോൾ ഈ ഡോളുമായിട്ട് ഓടി ആദ്യം വിവരം പറഞ്ഞത് ഷാനവാസിൻ്റെ അടുത്താണ്. ഷാനവാസ് പറഞ്ഞു, എന്തായാലും അതിബുദ്ധി കാണിച്ച് അവർ ഈ ഡോളിനെ പുറത്തേക്ക് കടത്താൻ ശ്രമിച്ചതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, നിനക്ക് ഡോൾ കിട്ടി. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഒരിക്കലും കാണാൻ പറ്റാത്ത സ്ഥലത്ത് അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നെങ്കിൽ നിനക്കിതൊരിക്കലും കിട്ടില്ലായിരുന്നു. ബാഗിലാക്കി പുറത്ത് കടത്തിയതുകൊണ്ട് ബിഗ് ബോസ് അത് സ്ക്രീൻ ചെയ്തു, അവിടെ അനൗൺസ് ചെയ്തു, കണ്ടുപിടിച്ചു, കൊടുത്തയച്ചു അനുമോൾക്ക്. ഇപ്പോഴും ബിഗ് ബോസ് അത് റിവീൽ ചെയ്തിട്ടില്ല, ആരാണ് ഈ പരിപാടി ചെയ്തത്, ആരാണ് ഇത് അടിച്ചു മാറ്റിയതെന്ന്. ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ റിവീൽ ചെയ്യേണ്ടതല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ? നമുക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട് ആരാണ് അടിച്ചു മാറ്റിയതെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.